അതുകൊണ്ടാ പറയുന്ന നിസ്കരിക്കാൻ. റമളാൻ വരുന്നു, 30 ദിവസവും രാവിലെ അലാറം വെച്ചിട്ട് കാനടിക്കാൻ എഴുന്നേക്കും. അയൽവാസിയോട് പറയും, എൻ്റെ വീട്ടിൽ ലൈറ്റ് കണ്ടില്ലെങ്കിൽ വിളിക്കണം. എന്തായാലും എഴുന്നേക്കുമല്ലോ. ആ എഴുന്നേക്കുന്ന സമയം ഒരു 2 റക്അത്ത് നിസ്കരിച്ച് തയ്യാറായിക്കോ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പള്ളി കെട്ടിക്കൊടുക്കണമെന്നല്ല, സദഖ കൊടുക്കണമെന്നല്ല, ഹജ്ജ് ചെയ്യണമെന്നല്ല, നോമ്പ് പിടിക്കണമെന്നല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ നിനക്ക് കടന്നു വരണമെങ്കിൽ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? റബിയ, നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ, നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ എന്ന് പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുമ്പോ, നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, പടച്ചവനെ ഈ വഅദ് കേൾക്കാമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നമുക്ക് സുജൂദ് ചെയ്യാൻ വല്ലാത്ത മടിയാടോ, നമുക്കത് വല്ലാത്ത പ്രയാസമാടോ? കാരണം അതിന്റെ വില എന്താണെന്നറിയില്ല. ആ സുജൂദ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്കറിയില്ല. പടച്ചവനെ, സുജൂദ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, സുജൂദ് ചെയ്താൽ കിട്ടുന്ന ഒരു പ്രതിഫലം എന്തെന്നറിയോ? അവരുടെ മുഖത്തടയാളം കാണാം, അവരുടെ മുഖത്തടയാളം കാണാം. സുജൂദ് ചെയ്യുന്നവരുടെ മുഖത്ത് നോക്കിയാൽ അടയാളം കാണാം. അടയാളം കാണാമെന്ന് പറഞ്ഞാൽ നിസ്കാരത്തഴമ്പ് മാത്രമല്ല വാപ്പാ. ചെറുപ്പക്കാരാ, നിസ്കാരത്തഴമ്പിനെ കുറിച്ചല്ല പറയുന്നത്. എടോ സഹോദരാ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ, സുജൂദ് ചെയ്യുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയാ, പടച്ചവനെ അവന്റെ മുഖത്തൊരു പ്രകാശം കാണാം, ഒരു ഈമാനികമായിട്ടുള്ള പ്രകാശം കാണാം, ഒരു ഈമാനികമായിട്ടുള്ള ഒരു ചൈതന്യം കാണാം. അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല. അത് സുജൂദ് ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ ഒരു അംഗീകാരമാണ്. പടച്ചവനെ, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, പടച്ചവനെ, നിങ്ങളുടെ നാട്ടിലെ ചില പ്രായമുള്ള വാപ്പമാരെ കണ്ടാ എന്തൊരു പ്രകാശമെന്നറിയോ? അവര് വേച്ച് നിസ്കരിക്കാ പള്ളിയിലേക്ക് വരുന്നത് കണ്ടാ അവരുടെ മുഖത്ത് വല്ലാത്ത ഒരു ഈമാനികമായിട്ടുള്ള വെളിച്ചമാണ്. അവരെ കണ്ടാ എഴുന്നേക്കുമടോ, അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകുമടോ, അവരുടെ കൈപിടിച്ചിട്ട് ദുആ ചെയ്യാ പറയുമടോ. പടച്ചവനെ, അവര് ആലിമീങ്ങളല്ല, അവര് സയ്യിദന്മാരല്ല, അവര് പണ്ഡിതന്മാരല്ല, അവര് ഹജ്ജ് ചെയ്തവരല്ല, അവിടെ ഇവിടത്തെ ഏറ്റവും വലിയ കോടീശ്വരനല്ല. പടച്ചവനെ, ജമാഅത്തിന്റെ പ്രസിഡന്റ് അല്ല. പടച്ചവനെ, പാവപ്പെട്ട ചില വാപ്പമാരെ കണ്ടാ അറിയാതെ പറഞ്ഞു പോകുമടോ, അറിയാതെ ബഹുമാനിച്ചു പോകുമടോ. കാരണം അത് അല്ലാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അംഗീകാരമാണ്, അവർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്കങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുന്നില്ലല്ലോ, ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ, ഞാൻ പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തവനാണല്ലോ, ഏത് നല്ല കാര്യത്തിനും കൊടുക്കുന്നവനാണല്ലോ, വർഷാവർഷം ഹജ്ജിന് പോകുന്ന ഹാജിയാണല്ലോ, ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാണല്ലോ. എന്നെ ബഹുമാനിക്കുന്നില്ലല്ലോ, എന്നെ കാണുമ്പോ എഴുന്നേക്കുന്നില്ലല്ലോ. സഹോദരാ, അത് പടച്ച റബ്ബ് കൊടുക്കുന്ന ഒരു സ്ഥാനമാണ്, അത് അല്ലാഹു കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. അത് പണം കൊടുത്തു വാങ്ങിയതല്ല, കുടുംബ മഹിമ കൊണ്ട് വാങ്ങിയതല്ല, അധികാരത്തിന്റെ പവർ കൊണ്ട് വാങ്ങിയതല്ല. അത് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് വാങ്ങിച്ച അംഗീകാരമാണ്. അല്ലാഹ് പറയുകയാണ്, അവരുടെ മുഖത്ത് സുജൂദിന്റെ അടയാളം കാണാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമുക്കാണെങ്കിൽ സുജൂദ് ചെയ്യാൻ വല്ലാത്ത മടിയാണ്, നമ്മൾ അലസത കാണിക്കുന്നവരാണ്. എന്നാ സുജൂദ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുമോ? നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല,
സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോ അവൻ ശരീരം കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ, അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും അവന്റെ പെരടിയുടെ മുകളിൽ വരികയാണ്, അവന്റെ പെരടിയുടെ മുകളിൽ വരികയാണ്. അവന് സുജൂദിലേക്ക് വീണാ ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പിരടിയിൽ നിന്ന് പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുകയാണ്, പാപങ്ങൾ മുഴുവനും പൊഴിഞ്ഞു വീഴുകയാണ്. പടച്ചവനെ ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധിയാവുകയാണ്. ഏ സഹോദരാ, നിങ്ങൾ ഇശാ നിസ്കരിച്ചവരാണല്ലോ. പടച്ചവനെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പലരും ഇശാ നിസ്കാരം കഴിഞ്ഞ് ജുമാ മസ്ജിദിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗം കണ്ടടോ. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഈ ഇശാ നിസ്കരിച്ചിട്ട് ഇറങ്ങി വന്ന നിങ്ങളോട് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് വെച്ച് മലക്കുകളെ പറഞ്ഞതെന്തെന്നറിയോ? ഒരാള് നിസ്കാര പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ, നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളിൽ ചിലരോട് പറയുകയാണ്, ഏ മനുഷ്യ, നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തന്നിരിക്കുകയാണ്. നീ സ്വർഗത്തിലാണ്, നിന്റെ പേര് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. പടച്ചവനെ, നീ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയ ഒരു വാപ്പയെ കെട്ടിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു, നീ സ്വർഗത്തിലാണ്, നീ മരിച്ച സ്വർഗത്തിലാണ്, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നാ ഇശാ നിസ്കാരം കഴിഞ്ഞ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, എടാ നഷ്ടവാളി, പരാജയപ്പെട്ടവര്, എല്ലാ പാഴാക്കി കളഞ്ഞല്ലോ. ഇത്രയും നല്ല ഒരു അവസരം അല്ലാഹു തന്നിട്ട് നീ നശിപ്പിച്ച് കളഞ്ഞല്ലോ. നീ നരകത്തിലാണ്, നീ നരകത്തിലാണ്, നിന്റെ പേര് നരകത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, തൗബ ചെയ്യാതെ അടുത്ത വഖത്തിന് മുമ്പ് മരണപ്പെട്ട നീ നരകത്തിലാ സഹോദരാ. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് മുസാഫഖത്ത് ചെയ്തിട്ട് പറയുകയാണ്, സ്വർഗത്തിന്റെ അവകാശി ഇവിടെയുണ്ട്, നരകത്തിന്റെ അവകാശിയും ഇവിടെയുണ്ട്. സഹോദരാ, സ്വർഗത്തിൽ പോകണോ? എപ്പോഴും അല്ലാഹുവോട് പറയും, സ്വർഗം ദാ, സ്വർഗം ദാ, സ്വർഗം ദാ. ഏ വാപ്പാ, ഒരു വഖത്ത് നിസ്കരിച്ചാ മതി സ്വർഗത്തിൽ പോകാൻ. ഒരേ ഒരു വഖത്ത് നമസ്കാരം നിസ്കരിക്കേണ്ട രീതിയിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നോട് സന്തോഷ വാർത്ത പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ ഞാൻ കണ്ടു. ആ ഇറങ്ങി വന്നവരോട് പറയുന്നു, നിങ്ങളിൽ ചിലരുടെ കൈപിടിച്ചിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു, നീ സ്വർഗത്തിലാണ്, നിന്റെ ലിസ്റ്റിനെ, സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. മറ്റു ചിലരോട് മലക്കുകൾ പറഞ്ഞു, എടാ നീ നിസ്കരിച്ചിട്ട് നരകത്തിലാണല്ലോ, നീ നിസ്കരിച്ചിട്ടും നരകത്തിലായി പോയല്ലോ. എന്തൊരു നഷ്ടവാളിയ, എന്തൊരവസരമാ നീ പാഴാക്കി കളഞ്ഞത്. അടുത്ത വഖത്ത് തൗബ ചെയ്യുന്നതിന് മുമ്പ് നീ മരണപ്പെട്ടു പോയാൽ, അടുത്ത വഖത്ത് നിസ്കാരത്തിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ നീ നരകത്തിലാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, 1000 റക്അത്ത് നിസ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വഖത്ത് മതി സ്വർഗത്തിൽ പോകാൻ. നിന്റെ ജീവിതത്തിൽ ഒരു വഖത്ത് നിസ്കരിക്കേണ്ട രീതിയിൽ നിസ്കരിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ദാമിയും പറയാനൊരു മടി എന്തെന്നറിയോ? സ്വർഗത്തിന്റെ പാസ് പോക്കറ്റിൽ ഇരിക്കുന്നുണ്ട് ചിലർക്ക്. ചിലരുടെ കയ്യിൽ സ്വർഗത്തിന്റെ പാസ് തന്നെ ഇരിക്കുന്നുണ്ട്. ഉസ്താദെ, ഒറ്റ വഖത്ത് നിസ്കരിച്ച സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ചാക്ക് കെട്ടിനകത്ത് നിറച്ചു വെച്ചിരിക്കുക നിസ്കാരം, അല്ലേ? നമ്മളിൽ ഒരൊറ്റ വഖത്ത് നിസ്കരിച്ച സ്വർഗത്തിൽ പോകുമെങ്കിൽ നമ്മളാണെങ്കിൽ പടച്ചവനെ 40 കൊല്ലം 50 കൊല്ലം 60 കൊല്ലമായിട്ട് നിസ്കരിക്കുന്നവരാ നമ്മൾ. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കണക്കിന് നിസ്കാരം ഇരിക്കുന്നുണ്ട്.
എന്നാൽ എൻ്റെ പൊന്നാര കാക്ക, നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും നിനക്കറിയോ? സത്യത്തിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നിസ്കരിക്കുന്നത് കാണുമ്പോൾ സാധാരണ നിസ്കരിക്കുന്നവനെ ശൈത്താനാണ് പിഴപ്പിക്കുന്നത്. ഇബാദത്ത് ചെയ്യുന്നത് കാണുമ്പോൾ ഇബിലീസ് പിഴപ്പിക്കും, ഇല്ലേ? നമ്മൾ നിസ്കരിക്കുന്നത് കാണുമ്പോൾ ഇബിലീസ് മാറി നിന്നിട്ട് ചിരിക്കും, ഇവൻ എന്താ അള്ളാഹ് കാണിക്കുന്നതെന്ന് ഓർത്തിട്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ നിസ്കരിക്കുന്നത് കണ്ടാൽ ഇബിലീസിന് തന്നെ ചിരി വരിക. ഈ ഫാൻ ഇന്ന് എനിക്ക് ആക്കി തരുമോപ്പാ മോനെ, ചെറുതായിട്ട് എനിക്കൊന്ന് തിരിച്ചു തന്നാൽ മതി. അദ്ദേഹം പള്ളിയിൽ പ്രശ്നമുണ്ടോ? എല്ലാവരും എവിടുത്തെ ഇത്തിരി പൊക്കണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു നിസ്കാരം പറഞ്ഞു തരാം. ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് സ്വന്തം നീന്തിച്ചേ. നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, സിയാദൊക്കെ എന്താപ്പാ കാഞ്ഞിപ്പുഴയിലെ മൊലാളി വന്ന് പുറത്തിരിക്കുന്നത്? എഴുന്നേറ്റ് വാപ്പാ, കഴിഞ്ഞ വാതിന് അവസാനം വന്ന വാ, നിങ്ങൾ കഴിഞ്ഞ വാതിന് ഏറ്റവും അവസാനം ചോറ് ഇങ്ങ് വാ, നമ്മുടെ ചങ്ങാതിയാ. എഴുന്നേക്ക് സിയാദക്ക. അൽഹംദുലില്ലാ, ചെറിയ കാശുകാരനാ, ചെറിയ യൂസുഫ് അലിയ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കാഞ്ഞിപ്പുഴയിൽ യൂസുഫ് അലിയ. വാ ഷാ അല്ലാ. പള്ളി പ്രസിഡന്റാണ് ഞങ്ങൾ ഇപ്പോഴും, മാറിയില്ലേ? രക്ഷപ്പെട്ടു. വാ, അതങ്ങ് ആവാതിരുന്നാൽ തന്നെ രക്ഷപ്പെട്ടു. പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പോയി. അതാര് വേണമെങ്കിലും ആയിക്കോ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. വാ, ഓടി വാ മലയാളിയാ, ഇറങ്ങിയോ? അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങളല്ലേ പ്രസിഡന്റ്? മാറിയാ? ഇപ്പൊ രക്ഷപ്പെട്ടു, സ്വർഗത്തിൽ പോകും ഇൻഷാ അല്ലാഹ്. അടുത്ത ആള് വലിയ വേണോപ്പാ. കഴിഞ്ഞ പ്രാവശ്യം വാഴുതൽ വന്നപ്പോൾ ഈ ചങ്ങാതിയെ ഞാൻ ക്യാമറയിൽ ഇങ്ങനെ സലാം പറയായിരുന്നു. ഇപ്പൊ എന്തായാലും നാട്ടിലെത്തി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ നിസ്കരിക്കും, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരല്ലേ? എന്നാൽ ഞാനൊരു നിസ്കാരം പറയാം. ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ് എടുത്തു വെച്ചിരിക്കുന്നവരെ, ഞാൻ നിങ്ങൾക്കൊരു നിസ്കാരം പറഞ്ഞു തരാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നിസ്കരിച്ചിട്ടുണ്ടോ? മഹാനായ ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന് വല്ലാത്ത വേദനയാ. കാലിന്റെ ഒരു വിരലിന് വല്ലാത്ത വേദന. വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, തങ്ങള് വിരല് പഴുക്കുകയാണ്, വല്ലാത്ത പ്രയാസമാണ്. ഈ വിരല് മുറിച്ചു മാറ്റണമില്ലെങ്കിൽ പഴുപ്പ് മറ്റുള്ള വിരലുകളിലേക്ക് വ്യാപിക്കാം. അതുകൊണ്ട് വല്ലാത്ത പ്രയാസമാണ്, വിരല് മുറിച്ചു മാറ്റണമെന്ന് ഉറുവ റളിയല്ലാഹു തആല അൻഹുവിനോട് വൈദ്യന്മാര് പറയുകയാ. ഉറുവ തങ്ങൾ വലിയ കാര്യമാക്കിയില്ല, നിസാരമാക്കുകയാണ്. പടച്ച റബ്ബേ, ദിവസങ്ങൾ കഴിഞ്ഞു, കാലിന്റെ വേദന വല്ലാതെ കൂടുകയാണ്. വൈദ്യന്മാര് രണ്ടാമതും നോക്കിയിട്ട് പറഞ്ഞു, തങ്ങളെ പഴുപ്പ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഇനി കാൽപ്പത്തിയാണ് മുറിച്ചു മാറ്റേണ്ടത്, ഇല്ലെങ്കിൽ വല്ലാത്ത പ്രയാസമാണ്. ഉറുവ തങ്ങൾ തയ്യാറായില്ല. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു, കാലിന് വല്ലാത്ത വേദനയായി. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, ഉറുവ തങ്ങള് പഴുപ്പ് കാല് മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ്. ഇനി മുട്ടിന്റെ താഴ്ഭാഗത്ത് വെച്ച് വേണം കാല് മുറിക്കാൻ. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് സമ്മതിക്കുന്നങ്ങള്. അവസാനം ഉറുവ റളിയല്ലാഹു തആല അവിടെന്ന് സമ്മതിക്കുകയാ. പെങ്ങള് കാല് മുറിക്കാൻ അവിടെന്ന് സമ്മതിച്ചപ്പോ വൈദ്യന്മാര് കാല് മുറിക്കാൻ തയ്യാറായി കടന്നു വരികയാണ്. കാല് മുറിക്കുന്നതിന് വേണ്ടി തയ്യാറായി കടന്നു വരികയാണ്. ഉറുവ തങ്ങളുടെ കയ്യിലേക്ക് ലഹരി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കള്ള് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കുടിക്കാറ്. ഉറുവ തങ്ങൾ പറഞ്ഞു, ഒരിക്കലും ഞാൻ കുടിക്കില്ല. എന്തിനാ കള്ള് കുടിക്കുന്നത്? ഈ ലഹരി എന്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നത്? വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് വെട്ടി മുറിക്കുമ്പോ വല്ലാത്ത വേദനയാ.
താങ്ങാൻ പറ്റൂല, പിടിച്ചു നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വേദന അറിയാതിരിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് കുടിക്കാൻ പറയുന്നത്. ഉർവ റളിയല്ലാഹു തആല പറഞ്ഞു, കള്ളില് ശിഫയില്ലെന്ന് നബി തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കലും ഞാൻ കുടിക്കൂല. വൈദ്യന്മാര് ചോദിച്ചു, പിന്നെ എങ്ങനാ കാല് മുറിക്കുന്നത്? മോനെ, മരവിപ്പിക്കലില്ലല്ലോ, അനസ്തേഷ്യ കൊടുക്കലില്ലല്ലോ, പടച്ചവനെ കാല് മുറിച്ചു മാറ്റുന്നത് എങ്ങനെയാണ്? വൈദ്യന്മാര് സങ്കടത്തിലായി. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹു വൈദ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരേ? നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരേ? അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാ. ഉർവ തങ്ങളെ പറഞ്ഞു കൊടുത്ത വഴി എന്തെന്നറിയോ? ഞാൻ 2 റക്അത്ത് നമസ്കരിക്കാം. പടച്ചവനെ, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ കാല് മുറിച്ചു മാറ്റിക്കോ. ഉർവ റളിയല്ലാഹു തആല അവിടെന്ന് പറയുകയാണ്. വൈദ്യന്മാര് സമ്മതിക്കുകയാണ്. ഉർവ തങ്ങൾ ഉദുവെടുക്കുകയാണ്. പടച്ചവനെ നമസ്കരിക്കുന്നതിന് വേണ്ടി വന്ന് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈകെട്ടുകയാണ്. ഉർവ റളിയല്ലാഹു തആല ഫാത്തിഹ ഓതുകയാണ്. പടച്ചവനെ സൂറത്ത് പാരായണം ചെയ്യുകയാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അബിൻ ഖുസ്മിൻഹു ഖലീലാ. മഹാനായ ഉർവ റളിയല്ലാഹു തആല നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലാകുമ്പോ പടച്ച റബ്ബേ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉർവ റളിയല്ലാഹു തആലാന്റെ ഒരു കാലുണ്ടല്ലോ, വൈദ്യന്മാര് വെട്ടിമുറിക്കുകയാ. അവിടെ നിന്നൊരു കാല് മുറിച്ചെടുത്തു വാപ്പാ. അറിഞ്ഞില്ല ചെറുപ്പക്കാരാ, നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അറിയുന്നില്ല, ഒരു കാല് വെട്ടിമുറിച്ചിട്ടറിയുന്നില്ല. ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാണ്. പടച്ചവനെ, പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത് പോലെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ്. എന്തു മരുന്ന് ചെയ്തിട്ടും ബ്ലഡ് നിൽക്കുന്നില്ല. അവസാനം വൈദ്യന്മാരെന്ത് ചെയ്തെന്നറിയുമോ? പെട്ടെന്ന് എണ്ണ നിൽക്കാൻ, പെട്ടെന്ന് രക്തം നിൽക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയുമോ? സൈത്തെണ്ണ തിളപ്പിക്കുകയാ. സൈത്തെണ്ണ തിളപ്പിക്കുകയാണ്. ആ തിളപ്പിച്ച എണ്ണ കൊണ്ട് വന്നിട്ട് മുറിവിലേക്ക് മുക്കിയാ പെട്ടെന്ന് ബ്ലഡ് വരുന്നത് നിൽക്കുമടോ. അതുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആലാന്റെ ഒരു കാലുണ്ടല്ലോ, ആ കാലിലേക്ക് സൈത്തെണ്ണ തിളപ്പിച്ച് മുക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഉർവ തങ്ങൾ അറിയുന്നില്ല. തിളച്ച എണ്ണ മുക്കിയിട്ട് ഉർവ റളിയല്ലാഹു തആല അറിയുന്നില്ല. കാരണം എന്തെന്നറിയുമോ? ഒരായത്തിങ്ങനെ ആവർത്തിച്ച് ഓതുകയാണ്. ഏതായത്താ ഓതുന്നതെന്നറിയുമോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്ത്. ഈ ആയത്താണ് എണ്ണ മുക്കുമ്പോൾ പാരായണം ചെയ്യുന്നത്. എങ്ങനെ അറിയാനാണ്? അവസാനം ഉർവ റളിയല്ലാഹു തആല ബോധം കെട്ട് താഴെ വീഴുകയാ. വൈദ്യന്മാര് മരുന്ന് വെച്ച് കെട്ടി. അവർക്ക് സങ്കടമായടോ, കാല് മുറിച്ചത് ഉർവ റളിയല്ലാഹു തആല അറിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് പറയുമ്പോ സങ്കടം വന്നാലോ? അങ്ങനെ വൈദ്യന്മാര് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു കുടുംബക്കാരൻ ഓടി വരികയാണ്. എവിടെ ഉർവ തങ്ങളെ വിട്? എന്തിനാണ് ഉർവ തങ്ങളെ തിരയുന്നതെന്നറിയോ? തന്റെ ഏറ്റവും ചെറിയ മകന് കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടിരിക്കുകയാ. തന്റെ പൊന്നാര മകൻ മരിച്ച വാർത്തയുമായിട്ടാണ്
കുടുംബക്കാരൻ വന്നിരിക്കുന്നത്. രണ്ട് സങ്കടം ഒരുമിച്ചായി. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ അങ്ങയുടെ കാല് നിസ്കരിക്കുന്ന സമയത്ത് ഞങ്ങൾ മുറിച്ചു മാറ്റി തങ്ങളെ. അതാ ഉർവ തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഉർവ തങ്ങളുടെ മറുപടിയാണ് എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി. തങ്ങളെ അങ്ങയുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, അവിടെ നിന്നും മരണപ്പെട്ടിരിക്കുന്നു തങ്ങളെ. ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. വൈദ്യന്മാർക്ക് വല്ലാത്ത അത്ഭുതമായി. സങ്കടമില്ലേ തങ്ങള്? എന്തിനാണ് അൽഹംദുലില്ലാഹ് പറയുന്നത്? ഉർവ റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി എന്തെന്നറിയോ? രണ്ട് കാലില്ലാത്ത എത്രയോ പേരുണ്ട്, ഇഴഞ്ഞു നടക്കുന്നവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു രണ്ട് കാല് തന്നിട്ട് രണ്ടും എടുത്തില്ലല്ലോ, ഒരെണ്ണം ബാക്കി വെച്ചല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹു 7 മക്കളെ തന്നിട്ട് 6 തിരിച്ചു തന്നില്ലേ? ഒരെണ്ണത്തെയല്ലേ അല്ലാഹു തിരിച്ചെടുത്തുള്ളൂ. അൽഹംദുലില്ലാഹ്. ഉർവതങ്ങൾ പറഞ്ഞ മറുപടി ഇതാണ്. കുറച്ച് കഴിയുമ്പോ ഉർവതങ്ങളിരുന്ന് കരയുകയാ. ഉർവതങ്ങളിരുന്ന് വല്ലാതെ കരയുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, തങ്ങള് കാല് മുറിച്ച് മാറ്റി എന്ന് പറഞ്ഞപ്പോ ഇതുപോലെ കരഞ്ഞില്ലല്ലോ. പൊന്നാര മകന് മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞപ്പോ ഇതുപോലെ അങ്ങ് സങ്കടപ്പെട്ടില്ലല്ലോ. പിന്നെ എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവേ, ഇനി പഴയതുപോലെ ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ. ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല. വലിയ വലിയ സൂറത്തുകൾ പാരായണം ചെയ്യാൻ കഴിയില്ല. ഒറ്റക്കാലനായി പോയല്ലോ. പടച്ചവനെ, നിസ്കാരം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ സങ്കടത്തിലാണ് കരഞ്ഞതെന്ന് പറയുമ്പോ ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന മുസ്ലിമേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവതങ്ങളുടെ കാല് മുറിച്ചിട്ടറിഞ്ഞില്ല, സൈത്തണ്ണ തിളപ്പിച്ചു കൊണ്ടുവന്ന് മുക്കിയിട്ടറിഞ്ഞില്ല. അതിനാണ് നിസ്കാരമെന്ന് പറയുന്നത്. നിസ്കാരമെന്ന് പറയുന്നത്. ഞാനും നിങ്ങളും നിസ്കരിക്കുമ്പോ ഒരു കൊതുക് പറന്നു പോയാൽ, റളിയല്ലാഹു തആല നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് മഹാനവറുകൾ അറിഞ്ഞില്ല. ഞാന് നിസ്കരിക്കുമ്പോൾ ഒരു കൊതു മൂളിയിട്ട് പോയാൽ ഞാൻ അറിയും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവര്, ഒരു കൊതുവിന്റെ പാട്ട് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിസ്കരിക്കുമ്പോൾ. നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എടോ, ഇതിനാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഇങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ മലക്കുകൾ കൈപിടിച്ചിട്ട് സ്വർഗത്തിലാണെന്ന് പറയുന്നേ. ഇങ്ങനെ ഒരു വക്കത്ത് നിസ്കരിച്ച ആരുണ്ട്? ഒരു ഉറുമ്പ് കടിച്ചറിയും. നമ്മളൊരു ഉറുമ്പ് കടിച്ചറിയും. ഒരു കൊതുവിന്റെ ശബ്ദം പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. സഹോദര, അതിനല്ല നിസ്കാരം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വലിയ പള്ളി 3 നിലയുണ്ട്. കമ്മിറ്റിക്കാര് വിളിച്ചിട്ട് കേറുസ്താദെ എന്നുകൊണ്ട് കാണിച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് അൽഹംദുലില്ലാ മനോഹരമായ പള്ളിയൊക്കെ പണിതു. എടോ, പള്ളിയൊക്കെ പണിയാൻ എല്ലാരെ കൊണ്ടും പറ്റും. പള്ളി പണിയാൻ എല്ലാരെ കൊണ്ടു പറ്റും. പക്ഷെ നാളെ അസറ് മുതൽ ആ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പള്ളി കെട്ടാൻ പറ്റും. പക്ഷെ പള്ളിയോട് ചില കടമകളുണ്ട്, ചില ബാധ്യതകളുണ്ട്. അതിൽ പെട്ടതാണ് പള്ളി അലങ്കരിക്കേണ്ടത് ലൈറ്റും ഫാനും AC-യും അല്ലെങ്കിൽ വലിയ ആഡംബരങ്ങൾ കാണിച്ചിട്ടല്ല. അതൊക്കെ വേണം, വേണ്ടാന്നൊന്നും ഞാൻ പറയണില്ല.
ഉസ്താദ് വന്നിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം വിമർശിച്ചിട്ട് പോയിന്നല്ല, ഞാൻ ജോലി ചെയ്യുന്ന പള്ളി ഇതിനേക്കാളും വലിയ, അവിടെ വന്ന് നോക്കിയിട്ടാ ഇവർ വന്നേ. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ വന്ന് നോക്കിയിട്ടാ ഇതൊക്കെ പണിതൊന്ന് അവിടെ നിന്ന് ഇങ്ങനെ പണിയണമെന്നൊക്കെ വന്ന് നോക്കിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളി ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാൻ കഴിയണം. ഒരു കാര്യം നിങ്ങൾ അറിയണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞാൽ ഈ നാട്ടുകാരറിയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഉള്ളതാ പറഞ്ഞത്. പള്ളിക്കകത്ത് നാളെ വേണമെങ്കിൽ ഇവിടെ ഇടിയുത്തിയ ആളായിരിക്കും, പക്ഷെ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരറിയും, ഈ പള്ളിയുടെ പരിസരത്തുള്ളവർ മുഴുവനും അറിയും അതിൻ്റെ പ്രയാസം എന്താണെന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാനാ കടന്നു വരുന്നത്. ഇബാദത്തുകൾ അധികമായിട്ട് നിസ്കരിക്ക സഹോദര. കേവലം ഫർളുകൾ മാത്രം, അത്രയേ ഉള്ളൂ. ഫർളുകൾ മാത്രമല്ല, ഈ ഫർളിന്റെ പിമ്പുമുള്ള ഒരുപാട് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കണം. അതാണ് സുജൂദുകൾ അധികരിപ്പിക്കുക എന്ന് പറയുന്നത്. അധികമായിട്ട് നമ്മൾ സുന്നത്ത് തഹജ്ജുദ് നിസ്കരിക്കാം, ളുഹാ നിസ്കരിക്കാം, തസ്ബീഹ് നിസ്കരിക്കാം, അൽഹംദുലില്ലാഹ്, ഏതെല്ലാം നിസ്കാരങ്ങൾ. ആ സുന്നത്ത് നമസ്കാരങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫർള് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റുമടോ? പള്ളിയിൽ ചെന്ന് 5 നേരം നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ട് കഴിയുമടോ? എന്നാ ഈ സദസ്സിലിരിക്കുന്നവരോട് 5 വഖത്ത് നിസ്കരിച്ചവര് കൈപൊക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അധികം പേരും കൈപൊക്കുമടോ? നിങ്ങൾ അധികം പേരും കൈപൊക്കുമടോ? എന്നാ പടച്ചവനെ, വെളുപ്പാങ്കാലത്ത് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചവര് കൈപൊക്കാൻ പറഞ്ഞാ സുബ്ഹാനല്ലാഹ്, കയ്യിലെണ്ണാവുന്നവരെ കൈപൊക്കോ, കയ്യിലെണ്ണാവുന്നവരെ കൈപൊക്കോ. എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയില്ല വാപ്പാ, എല്ലാവർക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല പെങ്ങളെ, എല്ലാവർക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മ, നീ ആരാണെന്നറിയോ? നിന്റെ സ്ഥാനം എന്തെന്നറിയോ ഉമ്മ? അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നു ഉമ്മ. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കേ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂ. കാരണം തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഭാര്യ അറിയില്ല, മക്കളറിയില്ല, നാട്ടുകാരറിയില്ല, പടച്ചവനെ ഒരാളും അറിയില്ല. നീ രാത്രിയിൽ 2 മണിക്ക് 3 മണിക്ക് നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് അല്ലാഹുവല്ലാതെ വേറെ ആരും അറിയില്ല. പടച്ചവരെ, ആ നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലമാണ്. ആ നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലമാണ്. പടച്ചവനെ, ഒരാടിന് പാല് കറക്കുന്ന സമയമെങ്കിലും പടച്ചവനെ നീ എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചാ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ 2ാമത് മോതുമ്പോ പടച്ചവനെ, പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഞാനും നിങ്ങളും ഉടുതുണിയില്ലാതെ നഗ്നരായിട്ട് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമല്ലോ. എല്ലാവരും പേടിച്ച് വിറച്ച് തലതാട്ടി പിടിച്ചിരിക്കുകയാണ്. എല്ലാവരും കരയുകയാണ്. യാ വൈലതാ, യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് തലതാട്ടി പിടിച്ചുകൊണ്ട് കരയുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹോദരാ, 2 പേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. 2 വിഭാഗം ആൾക്കാരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അവര് തല ഉയർത്തി പിടിച്ചാണ് നടക്കുന്നത്. അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ തല ഉയർത്തി പിടിച്ച് വരുന്ന 2 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? നിങ്ങളെല്ലാവരും കിടന്നുറങ്ങുമ്പോ, ഈ നാട്ടുകാർ മുഴുവനും കിടന്നുറങ്ങുമ്പോ, ആ 3 മണിക്ക് 2 മണിക്ക് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്ന വാപ്പാ,
ദുനിയാവിലെ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. എന്നാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നീ തല ഉയർത്തിപ്പിടിച്ച് കടന്നു വരികയാണ്. നീ തല ഉയർത്തിപ്പിടിച്ച് കടന്നു വരികയാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ആ തഹജ്ജുദ് നിസ്കരിച്ച മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുകയാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. രണ്ടാമത്തെ പ്രതിഫലം, തഹജ്ജുദ് നിസ്കരിച്ചവന്റെ തല നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഉയർന്നു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ തഹജ്ജുദ് നിസ്കരിച്ചത് നീയും അല്ലാഹുവും അറിഞ്ഞുള്ളൂ. നീയും അല്ലാഹുവും മാത്രമേ അറിഞ്ഞുള്ളൂ, വേറെ ആരും അറിഞ്ഞില്ല. അതുകൊണ്ട് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നിന്റെ തല ഉയർന്നു നിൽക്കും. രണ്ട്, നിന്നെ അല്ലാഹു വിളിച്ചിട്ട് പറയും, ഇന്ന് നിനക്ക് ഹിസാബില്ല, ഇന്ന് നിനക്ക് വിചാരണയില്ല. നീ തഹജ്ജുദ് നിസ്കരിച്ചവനാ, നീ ആ കാണുന്ന സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നിന്നെ കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതാണ് രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം. അതാണ് രാത്രിയിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം. അതുകൊണ്ടാ പറയുന്ന നിസ്കരിക്കാൻ. റമളാൻ വരുന്നു, 30 ദിവസവും രാവിലെ അലാറം വെച്ചിട്ട് കാനടിക്കാൻ എഴുന്നേക്കും. അയൽവാസിയോട് പറയും, എൻ്റെ വീട്ടിൽ ലൈറ്റ് കണ്ടില്ലെങ്കിൽ വിളിക്കണം. എന്തായാലും എഴുന്നേക്കുമല്ലോ. ആ എഴുന്നേക്കുന്ന സമയം ഒരു 2 റക്അത്ത് നിസ്കരിച്ച് തയ്യാറായിക്കോ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നു, നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്ക്. എത്രത്തോളം നിസ്കരിക്കാൻ കഴിയുമോ. അൽഹംദുലില്ലാ, റമളാനൊക്കെ വരുന്നു, ഒരുപാട് നമുക്ക് നിസ്കരിക്കാൻ കഴിയും. നമ്മുടെ അലസതയും മടിയൊക്കെ മാറും. തറാവീഹ് നിസ്കരിക്കുന്നു, വിത്ർ നിസ്കരിക്കുന്നു, ദുഹാ നിസ്കരിക്കുന്നു, തസ്ബീഹ് നിസ്കരിക്കുന്നു, അൽഹംദുലില്ലാ തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഓരോ ഫർളിന്റെയും മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ നിസ്കരിക്കുന്നു. ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായി നബിതങ്ങളുടെ കൂടെ നടക്കണമെങ്കിൽ നബിതങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, നീ സുജൂദുകൾ അധികരിപ്പിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ